എന്താണ് ഇപ്പൊ ഇതുവരെ ക്ലാസ് ഒക്കെ കണ്ടിട്ട്? ക്ലാസ് കാണാന് ഓക്കെ, ഒരു ദിവസം 1 hour, ഒരു ഹാഫ് ആൻ അവർ ക്ലാസ് കാണാൻ ടൈം കിട്ടുന്നില്ലേ? രാവിലെ സ്കൂൾക്ക് നേരത്തെ പോകും, പിന്നെ വൈകുന്നേരം 5 മണിയൊക്കെ ആവുന്നു എത്താന്. ഓ അതെ അതെ, 5 മണിയാവുന്ന എത്താന്. നമുക്ക് ഇപ്പൊ നമ്മൾ നൽകുന്ന സ്കെഡ്യൂള് നിങ്ങൾക്ക് മാച്ച് ചെയ്യാനാവുന്നില്ല, ഫോളോ ചെയ്യാനാവുന്നില്ല നാമിയക്ക്? കൊഴപ്പില്ല, പക്ഷെ അത്രയും ടൈം കിട്ടണില്ല. അതെ 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 അതെ. അപ്പോ ഞാൻ പറയുന്നത്, അപ്പൊ നിങ്ങള് +1 ആണല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഞാനിത് ഈ ഷിഫ്റ്റ്, അതായത് ഫസ്റ്റ് നിങ്ങൾ ഇതുമായിട്ട് ഫെമിലിയർ ആയതിനു ശേഷം ഞാൻ ആ ഷിഫ്റ്റ് കുറച്ചുകൂടി എന്ത് ചെയ്യാണ്, കുറച്ചുകൂടി റിജിഡ് ആക്കാനാണ് പോകുന്നത്. അതായത് വെച്ചാൽ നമുക്ക് ഡൊമെയിൻ ടെസ്റ്റുകൾ വരും, അതായത് നമുക്കൊരു 1 ഹവറിലേക്ക് ഒരു ദിവസം എന്നുള്ള നിലക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പേ ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു തവണ ഇരിക്കുമ്പം നിങ്ങൾക്ക് ആ 3 വീഡിയോസും കൂടെ ഒപ്പം ഇരുന്ന് കാണാനാവുന്നുണ്ടോ? അങ്ങനെ ചെയ്യാനാവുന്നുണ്ടോ? 3 വീഡിയോസ് ഒപ്പോ? അതെ, ഒരിക്കലും നടക്കുന്നില്ല, അത് തീരെ ഇല്ലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ എന്തായാലും അതിനൊരു സമയം മാറ്റി വെക്കും. ഞാൻ മനസ്സിലാക്കുന്നത് എന്ത് ചെയ്യാന്ന് വെച്ചാല്, നിങ്ങളൊരു സ്കൂൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു 30 മിനിറ്റ്സ് എങ്കിലും എന്തായാലും ഇതിന് വർക്ക് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയടിക്ക് ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണം, ആ 3ഉം അതിനായിട്ട് ഒരു സൺഡേയോ സാറ്റർഡേയോ ഒരു മോർണിംഗിലൊരു സെഷൻ നിങ്ങൾ അതിനായിട്ട് മാറ്റി വെക്കുക എന്തായാലും. കാരണം കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമുക്ക് ആ ഒരു ഇതിലേക്കാട്ട് നമുക്ക് ഈ ഞാൻ പറയുന്നതില്ലേ, ഇത് നിങ്ങളെ ഒരു സുഖത്തിന് വേണ്ടിയാണ് പറയുന്നത്. കാരണം നമ്മൾ തന്നെ അങ്ങോട്ട് പോകുന്നത്, +2 കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് തന്നെ പോകുന്നത് ഒക്കെ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ കാലഘട്ടത്തിലേക്കാണ്. ഇപ്പം ഞാൻ പറയട്ടെ, നിങ്ങളിപ്പോൾ NCET-കാരാണെങ്കിൽ നിങ്ങളിപ്പം അടുത്ത വർഷം നിങ്ങൾ NCET ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ എന്താവണം, ഒരു 2-3 ഇയർ ആകുമ്പോൾ തന്നെ നിങ്ങൾ കേട്ടറ്റ് പോലത്തെ, കേട്ടറ്റ് 4 ഇയറിൽ നിങ്ങൾക്ക് 2 എക്സാം എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. കേട്ടറ്റും എഴുതാം, നെറ്റും എഴുതാം. ഇനി CUET-കാരാണെങ്കിൽ തന്നെ 4 ഇയർ CUET കോഴ്സിലേക്ക് പോകുന്ന ആളുകളാണെങ്കിൽ ലാസ്റ്റ് ഇയർ അവർക്ക് നെറ്റ് എഴുതാം. അപ്പം നമ്മളൊക്കെ പോകുന്നത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ലോകത്തേക്കാണ്. അപ്പം നമ്മൾ എന്തായാലും ഒരു ദിവസം നമ്മൾ ഏതിനാണോ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അതിനൊരു ജസ്റ്റ് ഒരു 1 ഹവർ നമ്മൾ മാറ്റി വെക്കുന്ന രീതിയിലേക്ക് നമ്മൾ സ്കെഡ്യൂൾ ചെയ്യണം. അത് നമ്മളെ ഡ്രീം എത്രത്തോളം ഉണ്ടാവും എന്നുള്ള നിലക്കാണ്. നിങ്ങളിപ്പോൾ UPSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ ചില ആളുകൾ രാവിലെ തുടങ്ങും, അല്ലെ, ചെറുപ്പത്തിലേ തുടങ്ങും, ഒരു ദിവസം പത്രം വായിക്കാൻ ഇതിനൊക്കെ മാറ്റി വെക്കുന്ന പോലെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടൈം അതിന് മാറ്റി വെക്കുക. അത് നമ്മളെ ഭാവിയിലേക്ക് ഇടുന്ന നമ്മൾ എഫേർട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി എന്ത് ചെയ്യുക, ആ ഒരു ടൈം ഇടാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ടൈം കിട്ടാൻ നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്യാനുള്ളതുണ്ടോ? നാമിയൊക്കെ എന്താ സജഷൻസിന്റെ പറഞ്ഞോ? ഉണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇപ്പം എല്ലാവരും സംസാരിച്ചല്ലേ, ഇനി ആരെങ്കിലും വരാനുണ്ടോ? ഇനിയും 5-6 ആൾക്കാർ, ഇപ്പം ടോട്ടൽ 10 or 11 ആളുകൾ ജോയിൻ ചെയ്യാനുണ്ടല്ലോ. ഓക്കെ, നമുക്കെന്തായാലും ലൈവ് വെക്കുമ്പോൾ എന്ത് ചെയ്യാം, അതനുസരിച്ച് അങ്ങ് പോവാം. ബാക്കിയുള്ളവർ റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണട്ടെ. ലൈവ് സെഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, യൂട്യൂബിലൊക്കെ അങ്ങനെ ആയിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന ഈ ലൈവ് സെഷൻ റെക്കോർഡ് ചെയ്തിട്ട് അവൈലബിൾ ആക്കി തരാം നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് എന്തായാലും. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ എവിടെ എത്തി എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യും, വൈകാതെ തന്നെ ഇപ്പം നമ്മളൊരു ജനറൽ ടെസ്റ്റ് ആണ് തുടങ്ങിയിരിക്കുന്നത്, ലാംഗ്വേജും ജനറൽ ടെസ്റ്റുമാണ് തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ ഇനിയും തുടങ്ങാത്ത ഡൊമെയിൻ ടെസ്റ്റും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. NCET-കാർക്കാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും തുടങ്ങിയിട്ടില്ല. ഓക്കെ, ജനറൽ ടെസ്റ്റിൽ 4 പോർഷൻ ആയിട്ടാണ് ഉണ്ടാവുക. ജനറൽ ടെസ്റ്റിൽ ലോജിക്കൽ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ സ്റ്റാറ്റിക് GKയും പിന്നെ ഈ കറണ്ട് അഫയേഴ്സ് ആ സാധനമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ എക്സാം അടുപ്പിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. കാരണം ഇന്നേ ഉള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എക്സാമിൻ്റെ ഒരു 1 month or 2 month ആ ഒരു ലെവലിൽ വരുന്ന, അതായത് എക്സാം എന്ന് പറഞ്ഞാൽ അവർ ക്വസ്റ്റ്യൻ ഇടുന്നത്, എക്സാമിന് ഒരു തലേന്നല്ല ക്വസ്റ്റ്യൻ ഇടുക. അപ്പോൾ എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു മന്ത് മുമ്പൊക്കെ വരും. അപ്പോൾ നമുക്കൊരു ജനുവരി മുതൽ എന്ത് ചെയ്യാം, കറണ്ട് അഫയേഴ്സ് നമുക്ക് നോട്ട് ചെയ്ത് തുടങ്ങാം. പിന്നെ സ്റ്റാറ്റിക് GK ഒക്കെ നമുക്ക് ഇപ്പോഴേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് രണ്ടും തുടങ്ങി. ഇനി ഈ കൂടുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഞാൻ മനസ്സിലാക്കുന്ന ജനറൽ ടെസ്റ്റ് ആണ്. ഡൊമെയിൻ ടെസ്റ്റിലേക്ക് നിങ്ങൾ ആ നോക്കുന്ന ഡൊമെയിൻ ടെസ്റ്റ് ആണ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആക്കും. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഡൊമെയിൻ ടെസ്റ്റ് വരുമ്പം നിങ്ങൾ ഈ ടൈമിങ് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം ഡൊമെയിൻ്റെ ക്ലാസ്സുകൾ അപ്പാക്കുമ്പോൾ നിങ്ങൾ നല്ലോണം അത് കണ്ട്, കാരണം അത് ഒരു 10 ചാപ്റ്റർ ഒക്കെ ഉണ്ടാവുമല്ലോ. ഒരു ചാപ്റ്ററിന് 2-3-4 വീഡിയോസ് ഉണ്ടെങ്കിൽ ഒരു
10-40 വീഡിയോസ് അതിൽ വരും, കാരണം നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവണമെങ്കിൽ. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് സ്കെഡ്യൂൾ എന്ത് ചെയ്യും, അപ്പ് ചെയ്യും. അതിനനുസരിച്ച് നിങ്ങൾ കണ്ടു തീർക്കുക. അതിൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ്, ടൈമിംഗ് വെച്ചിട്ട്. നമ്മൾ നെഗറ്റീവ് മാർക്കും വെക്കും, ടൈമിങ്ങും വെക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഇവർ ഡിസ്കസ് ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കിപ്പം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ ഒരു പാഠം കഴിഞ്ഞു. ആ പാഠത്തിൻ്റെ പേരാണ് നമ്പർ സിസ്റ്റം അല്ലേ. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഒന്നാമത്തെ പാഠം കഴിഞ്ഞു, നമ്പർ സിസ്റ്റം. അതിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് HCF ആൻഡ് LCM. അതാണ് ഇപ്പം ഓൺഗോയിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ഇന്നലെയും നാളെയും, മറ്റന്നാൾ മുതൽ അതിൻ്റെ ടെസ്റ്റ് വരും. അപ്പോൾ അത് ചെയ്യണം, മോക്ക് ടെസ്റ്റ് ചെയ്യണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ലോജിക്കൽ റീസണിങ്ങിൽ ഒരൊറ്റ ചാപ്റ്ററാണ് കഴിഞ്ഞിരിക്കുന്നത്, ഓഡ് വൺ ഔട്ട് അല്ലേ. അപ്പോൾ അത് മനസ്സിലാവാത്ത ആളുകൾ ഉണ്ടാവും, ചില ആളുകൾ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓഡ് വൺ ഔട്ടിനും നമ്പർ സിസ്റ്റത്തിനും കൂടെ ഒരു ലൈവ് സെഷൻ വെക്കണോ? എന്താണ് എല്ലാവരും അറിയിക്കും. ഒരു റമീ സാറല്ലേ 2 ക്ലാസ് എടുത്തത്. ഓഡ് വൺ ഔട്ടിനും നമ്പർ സിസ്റ്റത്തിനും കൂടെ ഒരു എന്ത് ചെയ്യുക, ലൈവ് സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യാം. ഓക്കെ, അതിൽ എല്ലാവർക്കും വില്ലിങ് ആവുന്ന ഒരു ദിവസം ഏതാണ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുക? എന്തായാലും സൺഡേ അല്ലാത്ത ഏത് ദിവസം വെച്ചാലും ഇതേ സമയം ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ പറഞ്ഞോളൂ, ഒന്നുകൂടെ പറയോ ക്ലിയർ ആയിട്ട്? സാറ്റർഡേ സൺഡേ ക്ലാസ് ഇല്ലല്ലോ, അപ്പൊ കാണാൻ ടൈം കിട്ടൂല. ഓക്കെ, അതായത് ലൈവ് സെഷൻസ് വെക്കുന്നത് സാറ്റർഡേ. എന്താ പറഞ്ഞത്, ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് കഴിഞ്ഞ 2 ക്ലാസ്സിന്റെ ഒരു ലൈവ് സെഷൻസ് വെക്കാനാണ്, നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സാറ്റർഡേ സൺഡേ അല്ലാത്ത ദിവസം വെച്ചാൽ മതിയോ? ഹലോ ആദിത്യൻ. ഹലോ. സാറ്റർഡേ സൺഡേ അല്ലാത്ത ഓരോ ദിവസം വെച്ചാൽ മതിയല്ലോ അല്ലേ? എത്ര മണിക്കൂറുണ്ടാവും? അത് സാറ് ആ ക്ലാസ്സിൽ എടുത്തതൊന്ന് റിവിഷൻ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2-3 കുട്ടികൾ പേഴ്സണലായി വന്നിട്ട് സംശയം ചോദിച്ചിരുന്നു. ആലിയ, നാമിയ ചോദിച്ചിരുന്നു, റഫ ആരാ ചോദിച്ചതെന്ന് കറക്റ്റ് ഓർമ്മയില്ല. എന്തായിരുന്നു, നമ്പർ സിസ്റ്റത്തിലാണെന്ന് തോന്നുന്നു. നിങ്ങൾ ആരെ ഡൗട്ട് ചോദിച്ചിരുന്നോ? ഇതില് മോക്ക് ടെസ്റ്റ് നടത്തിയപ്പോ നമുക്ക് ലാസ്റ്റ് 3 ചോദ്യം തോന്നുന്നുണ്ട്, നമ്പർ സിസ്റ്റത്തിന് അല്ലാത്താണ്. അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു മോക്ക് ടെസ്റ്റ് നമുക്ക് മാറ്റി നടത്താം. അതല്ലാതെ ഓഡ് വൺ ഔട്ടിൽ ഒരു സംഭവം വന്നിരുന്നു. അത് നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് ഓഡ് വൺ ഔട്ടിൽ ഒരു ബേസ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അതായത് ഓഡ് വൺ എനിക്ക് തോന്നുന്നത് സാബിത്ത് പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ നെത പറഞ്ഞിരുന്നു. നെത ഇന്ന് ജോയിൻ ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, ലോജിക്കൽ റീസണിങ്ങിൽ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലൈവ് സെഷൻസ് വെക്കാം. ഞാൻ എന്തായാലും അതിന്റെ അപ്ഡേറ്റ്സ് ഗ്രൂപ്പിൽ അറിയിക്കാം. അപ്പൊ അന്ന് വില്ലിങ് അല്ലെങ്കിൽ നിങ്ങൾ അറിയിക്കണം, നമ്മൾ ഈ നോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്നുള്ളത്. ഞാൻ ഒരു പോൾ ഇടാം, നിങ്ങൾ എന്ത് ചെയ്യുക, അറിയിക്കാന്ന്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ക്ലാസ്സുകൾ എന്ത് ചെയ്യാം, അങ്ങനെ പ്രൊവൈഡ് ചെയ്യാം, ലൈവ് സെഷൻസ്. അപ്പം അതിന്റെ ഡൗട്ട്സ് അതിൽ ക്ലിയർ ചെയ്യും. പിന്നെ കറക്റ്റ് മോക്ക് ടെസ്റ്റ് വെക്കണം. അപ്പോൾ ഒരു മന്ത്ലി ഒരു സെഷൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു മെഗാ മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാം. ഇതുവരെയുള്ള എല്ലാം വെച്ചിട്ട് മന്ത്ലി നമ്മൾ കവർ ചെയ്ത ഫുള്ള് വെച്ചിട്ട് ഒരു മെഗാ മോക്ക് ടെസ്റ്റ് സംഘടിപ്പിച്ചാൽ പോരെ. എന്നാൽ ആ മന്തിലെ നിങ്ങളുടെ ഒരു ഇത് മനസ്സിലാക്കും. പിന്നെ നമ്മുടെ അപ്ലിക്കേഷൻസിന്റെ അപ്ലിക്കേഷൻസ് ഇനിയും മനസ്സിലാവാത്ത ആളുകൾ ഉണ്ടാവും. ആപ്ലിക്കേഷൻ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? ഇല്ലേ? ഓക്കെ. ഞാൻ എന്ത് ചെയ്യാം, ആപ്ലിക്കേഷനിൽ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യേണ്ടിയ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാം, ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ആപ്ലിക്കേഷൻസിൽ ഓരോ ക്ലാസ് അതായത്
ഓക്കെ, ഞാൻ ഇതിൽ ഓക്കെ ഇപ്പോൾ ഇതിൽ ഞാൻ എന്ത് ചെയ്യാം, സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തിട്ട് ക്ലാസ്സുകൾ എങ്ങനെയാ എക്കോ വർക്ക് ചെയ്യുന്നുണ്ടോ? എക്കോ വർക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻസ് വരുന്നത്. അതിൽ നിങ്ങൾക്ക് കയറിയാൽ നിങ്ങൾ ആദ്യം പർച്ചേസ് ചെയ്ത കോഴ്സുകൾ കാണും. അപ്പോൾ അതിലെന്ത് ചെയ്യാം, ഇപ്പോൾ CUT UG ഹ്യൂമാനിറ്റീസ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അവൈലബിൾ ആക്കിയിട്ടായിരുന്ന കോഴ്സുകൾ CUT ജനറൽ ടെസ്റ്റ്, CUT NCET ജനറൽ ടെസ്റ്റ് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുള്ള കോഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നേരെ കയറാം. ഇപ്പം നമുക്ക് എന്ത് ചെയ്യും, ബാക്കിയുള്ള കോഴ്സുകളൊക്കെ നിങ്ങളുടെ ഏതാണോ കറക്റ്റ് കോഴ്സുകൾ, അതായത് നിങ്ങളുടെ കോഴ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സൂൺ അവൈലബിൾ ആക്കി തരും. നിങ്ങൾ CUT UG ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ അത്, ജനറൽ ടെസ്റ്റ് ആണെങ്കിൽ അത്, പിന്നെ NCET BA BEd BSc BEd അതിലൊക്കെ നിങ്ങളുടെ ഡൊമെയിൻ ടെസ്റ്റുകളാണ് ഉണ്ടാവുക. അതായത് നിങ്ങൾ ഏതാണോ ടീച്ചർ ആവാൻ ഉദ്ദേശിക്കുന്നത് ആ വിഷയം, അതായത് നിങ്ങൾക്ക് ഡൊമെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഇപ്പോൾ BCom BEd എടുത്ത ആളുകൾക്കാണ് കൊമേഴ്സ് ബിസിനസ് അതിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യും സമയമാകുമ്പം, അതായത് ഇതിപ്പം പ്ലേ സ്റ്റോറിലേക്ക് എത്തിയിട്ടില്ല, അപ്പോൾ അവിടെ എത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക കറക്റ്റ് ആക്സസ് തരിക. അപ്പോൾ ഇപ്പം നിങ്ങൾക്കിപ്പോൾ BA BEd ആണെങ്കിൽ അല്ലെ BSc BEd ആണെങ്കിൽ അതിൽ കയറിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ അതിലെ സ്റ്റഡി മെറ്റീരിയലും വീഡിയോ ക്ലാസ്സുകളും ഉണ്ടാവും. വീഡിയോ ക്ലാസ്സുകൾ നേരെ കയറിയാൽ അപ്പോൾ നമ്മൾ സ്കെഡ്യൂൾ തരുന്നതനുസരിച്ച് കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി കയറുക, ഉള്ളിൽ കയറിയാൽ ഓരോ നിങ്ങളെ വിഷയങ്ങൾ അതിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ കറക്റ്റായിട്ട് കണ്ടു തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ക്ലാസ്സുകളൊപ്പം തന്നെ സ്റ്റഡി മെറ്റീരിയലുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് എടുത്ത് വായിക്കാം. പിന്നെ ഇപ്പം നമുക്ക് ഉള്ള പർച്ചേസ് ചെയ്ത കോഴ്സ് എന്ന് വരുന്നത് CUT UG ജനറൽ ടെസ്റ്റ് ആണ്. അതിലിപ്പോൾ നമ്മൾ ഇത്രയും പാർട്ടുകൾ നമുക്ക് പഠിക്കാണ്ടോ. ഇംഗ്ലീഷ് ഉണ്ടാവും, ലോജിക്കൽ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, സ്റ്റാറ്റിക് GK, കറണ്ട് അഫയേഴ്സ്. ഇതാണ് 4 എണ്ണം കണ്ടു തീർക്കാനുള്ളത്. ഇത് നിങ്ങളൊരു പേജിലൊക്കെ ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഓരോ ചാപ്റ്ററും കഴിഞ്ഞനുസരിച്ച് ഇങ്ങനെ ടിക്കിട്ട് പോകുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഒരു പ്രിന്റിംഗ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ തരും. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ തന്നെ നോട്ടിൽ എഴുതി വെച്ചാൽ ഓരോന്നിനും ക്ലാസ് എത്ര കണ്ടു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത് ലോജിക്കൽ റീസണിങ്ങിൽ നമ്മളിപ്പോൾ ഇവിടെ ഒന്നും ഏർപ്പെടുത്തില്ല. അപ്പം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ HCF ആൻഡ് LCM ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ 3 ക്ലാസ്സുകളും കണ്ടു തീർക്കണം. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ ടെസ്റ്റ് എന്ന ഭാഗത്തേക്ക് പോയാൽ, ടെസ്റ്റ് കണ്ടോ ഇവിടെ ഹോം കോഴ്സ് ടെസ്റ്റ് എന്ന ഭാഗത്ത് പോയാൽ ഇതിപ്പം നിങ്ങൾക്ക് ഇവിടെ ഓട് 1 ഓൾറെഡി കഴിഞ്ഞത് കാണാം. അപ്പോൾ ഇതിലെന്ത് ചെയ്യാണ്, സമയം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റുകൾ തമ്മിൽ അറ്റംപ്റ്റ് ചെയ്തതിനു ശേഷം ഇപ്പം എന്ത് ചെയ്യാം, ഓരോന്നും ഇങ്ങനെ ചെയ്ത് പോവാം സമയത്തിനനുസരിച്ച്. ഓരോന്നും ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ റിസൾട്ട് ഇവിടെ കാണിക്കും. 30-ൽ 14 മാർക്കാണ് കിട്ടിയത്. ടോട്ടൽ ക്വസ്റ്റ്യൻസ് 10 എണ്ണം, കറക്റ്റ് ആൻസർ 6 എണ്ണം, റോങ് ആൻസർ 4 എണ്ണം. പിന്നെ ആൻസേഴ്സ് ചെക്ക് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം, ഓരോന്ന് റൈറ്റായ ആൻസർ പച്ച കാണിക്കും. ഇതിലെ എക്സ്പ്ലനേഷൻസ് വരാനുണ്ട്, അത് ഇതിൽ ആഡ് ചെയ്യായിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യാം, എക്സ്പ്ലനേഷൻസ് എന്ത് ചെയ്യാം അടുത്തതിൽ ആഡ് ചെയ്യാം. പിന്നെ നിങ്ങളിപ്പോൾ ടെസ്റ്റ് ഇപ്പം നിങ്ങളിപ്പം ചെയ്താൽ ഇപ്പം നമുക്ക് CUT UG ജനറൽ ടെസ്റ്റിൻ്റെ മാത്രം ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നമ്മൾ അവൈലബിൾ ആക്കി തരുന്ന ജനറൽ ടെസ്റ്റ് മാത്രമാണ്. അപ്പോൾ ഇനിയും കൂടി അവൈലബിൾ ആക്കുക, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൊമെയിൻ സബ്ജക്റ്റും കൂടെ അവൈലബിൾ ആക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റുകൾ തമ്മിൽ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ ഇവിടെ എടുത്ത് നോക്കിയാൽ CUT UG ഹ്യൂമാനിറ്റീസിൻ്റെ മാത്രം ടെസ്റ്റ് കാണണമെങ്കിൽ ഇത് വരും. നിങ്ങൾക്ക് ആർക്കും അവൈലബിൾ ആക്കിയിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ അത് കാണാത്തത്. ഓക്കെ, CUT UG ജനറൽ ടെസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും മാത്രം കിട്ടും ഓട് 1 ഔട്ട്. ഇനി മറ്റന്നാൾ ഇവിടെ LCM SCFൻ്റെത് വരും. അങ്ങനെ ഓരോന്നിൻ്റെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ പിന്നെ കോഴ്സിൽ ഒരു ഓപ്ഷൻസ് വരാനുണ്ട്. അതായത് നമ്മൾ CUT UG ജനറൽ ടെസ്റ്റിൽ നിങ്ങളൊരു വീഡിയോ ക്ലാസ് കണ്ടാൽ, ഇപ്പോൾ ഇത് ഇംഗ്ലീഷിൻ്റെ സിലബസിൻ്റെ ക്ലാസ് ആണ്. ഇവിടെ നമുക്ക് പ്രൊസീഡ് ടു ക്വിസ് എന്ന് കാണാം, കണ്ടോ. ഓരോ വീഡിയോ കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ലാസ്റ്റ് SCFൻ്റെ LCMൻ്റെ ഒന്നും അവൈലബിൾ ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പം ഇത് സാന്ദ്ര സാമിൻ്റെ ഇംഗ്ലീഷിൻ്റെ സിലബസ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണിത് നമുക്ക്. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ നോട്ട്സ് ഇവിടെ തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ സിലബസ് കിട്ടും. ഇത് നിങ്ങൾക്ക് നേരെ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ PDF ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫോണിൽ തന്നെ തുറക്കാവുന്ന. അപ്പോൾ സിലബസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നേരെ
ചെയ്താൽ അത് നിങ്ങളുടെ ഡൗൺലോഡ്സിലേക്ക് വരും. പിന്നെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് റേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും സാറെ ക്ലാസ് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഇവിടെ റേറ്റ് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്യാം, അതിൻ്റെ കറക്റ്റ് സാധനങ്ങൾ, അതായത് എന്താണ് മനസ്സിലാവാത്ത കാര്യങ്ങൾ റേറ്റ് ചെയ്തിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് നിങ്ങളുടെ ആ പ്രശ്നങ്ങൾ മനസ്സിലാകും. പിന്നെ ക്വിസിലേക്ക് പ്രൊസീഡ് ചെയ്താൽ ഈ ക്വിസിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നിങ്ങൾ ഈ ക്ലാസ് കണ്ടിട്ട് ഈ ഡാറ്റകളൊക്കെ എന്തായി മനസ്സിലായി എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ഡാറ്റകളൊക്കെ നിങ്ങൾ, അതായത് ഈ ക്ലാസ്സിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർത്തു അല്ലെങ്കിൽ മൈൻഡിലുണ്ടായി. അപ്പോൾ CUET എക്സാം ഏത് എക്സാമാണ്? MCQ ആണ്. അപ്പോൾ ഒറ്റ ക്വസ്റ്റ്യനിൽ കൊടുത്തുള്ളൂ. അപ്പോൾ ഇത് 2-3 ക്വസ്റ്റ്യൻ കൊടുക്കും. ഇതിൽ റൈറ്റ് ആണോ തെറ്റാണോ എന്ന് കാണിക്കില്ല. നിങ്ങൾ അടുത്ത് എക്സിറ്റ് അടിച്ച് പിന്നെയും നിങ്ങൾ ഇപ്പം ശരിയാവുന്നവരെ നിങ്ങളിത് ചെയ്യാന്നുള്ളതാണ്. അടുത്തത് നിങ്ങൾ ചെയ്യുക. ഇതിൽ തെറ്റി MCQ ശരി ഏതാണ്, അടുത്തത് തെറ്റിയ ഒക്കെ ഓപ്പൺ ബുക്ക് എക്സാം ആണെങ്കിൽ തെറ്റായിരിക്കും. അത് പിന്നെ എക്സിറ്റ് ചെയ്തിട്ട് പിന്നെയും ക്വിസിൽ കയറുക, എന്നിട്ട് ശരിയാവുന്നവരെ ചെയ്യാന്നുള്ളതാണ്. മനസ്സിലായി? ഇതിൽ എന്ത് ഉണ്ടാവില്ല, സബ്മിഷൻ ഉണ്ടാവില്ല, റൈറ്റ് ഏതാണ് റോങ് ഏതാണെന്ന് കാണിക്കില്ല. നിങ്ങൾ ക്വിസ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ശരിയാവുന്നവരെ ഈ ക്വിസ് ചെയ്യാന്നുള്ളത്. ഇതാണ് DPP എന്ന് പറയുന്ന സെഷൻ, ഡെയിലി പ്രാക്ടീസ്. അതായത് വീഡിയോ കാണുന്നതിന് ശേഷം ആ ക്വിസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇത് ഓരോ വിഷയങ്ങൾക്കും അവൈലബിൾ ആക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കറക്റ്റ് ചെയ്യുക. ഓക്കെ, ഈ ക്വിസിന്റെ സാധനം എല്ലാവർക്കും മനസ്സിലായല്ലേ? ക്വിസ് നാളെ മുതലുള്ള വീഡിയോസിലേക്ക് ക്വിസ് അവൈലബിൾ ആക്കും. ഹലോ, ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ നിങ്ങളെ പ്രൊഫൈലൊക്കെ ഉഷാറാക്കുക. പോയി ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യാം. പ്രൊഫൈൽ ആഡ് ചെയ്തിട്ട് നിങ്ങളെ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ലീഡർ ബോർഡിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ഇപ്പം ബേസിക് ആയിട്ട് ഇത്ര ആപ്പിനെ കുറിച്ച് പറയാനുള്ളൂ. ഇനി നമ്മളെ ലൈവ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ടെസ്റ്റ് വരുമ്പോൾ ലീഡർ ബോർഡൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലീഡർ ബോർഡ് CUET UG ജനറൽ ടെസ്റ്റ്. അപ്പോൾ നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് സബ്മിറ്റ് ചെയ്യുക. നിങ്ങളെ മന്ത്ലി ഒരു ടെസ്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ഒന്നും കാണാത്തത്. അതൊക്കെ നിങ്ങളുടെ ഇവിടേക്ക് വരും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? ഹലോ, ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ആപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഓക്കെ. എന്നാലും നമുക്ക് ഇന്നത്തെ സെഷൻസ് വൈൻഡ് അപ്പ് ചെയ്താലോ? വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടോ? ഹലോ, ഓഡിയബിൾ അല്ലേ? ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഒന്ന് ക്ലിയർ ചെയ്യല്ലേ? ഇന്നത്തെ സെഷൻസ് വൈൻഡ് അപ്പ് ചെയ്യല്ലേ? ഓക്കെ, താങ്ക് യു എവരി വൺ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുക. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഡേ നിങ്ങൾക്ക് എത്ര എഫേർട്ട് ഇടാനാവുന്നോ അത്ര ഒരു മിനിമം ഒരു 15 മിനിറ്റ്സ് ആണെങ്കിൽ, നിങ്ങളിപ്പം വീഡിയോ ഒരു 2 ഇൻഡെക്സിലിട്ട് കണ്ടാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങളത് കണ്ട് തീർക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് പിന്നെ ഭാരമാവും. ഒന്ന് നിന്ന് കണ്ടിട്ടില്ലെങ്കിൽ നാളേക്ക് പിന്നെ അതും കൂടെ കാണാണ്ടാവും, മറ്റന്നാളേക്ക് അതും കൂടെ ഉണ്ടാവും. അപ്പോൾ കണ്ട് തീർക്കുക എന്തായാലും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഒരു ഭാരമാക്കി വെക്കരുത്. അന്നന്ന് കണ്ട് തീർക്കുക. നമുക്ക് അങ്ങോട്ട് ഇനിയൊരു 6 മന്ത്സിൻ്റെ ജേണി ഉണ്ട്. ഓക്കെ, എല്ലാവർക്കും അവരവരുടെ ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ എത്താനാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ദൈവം നമുക്ക് തരട്ടെ. ഓക്കെ, നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു എവരി വൺ.